നോക്ക് നോക്ക് നോക്ക്. ദേഷ്യായി ദേഷ്യായി അടിക്കണ്ട. ഓക്കെ വിടാ 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 വിടാ. വെൽക്കം ബാക്ക് ടു Mdteq. പെറ്റ് സ്റ്റേഷന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പൊ പെറ്റ് സ്റ്റേഷന്റെ വീഡിയോയിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലൊരാളുണ്ട്, ഒരു പെറ്റ് ഉണ്ട്, അവനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന്. ഇന്ന് അവനെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. അവനാണ് ബ്രിയോ. നമുക്ക് ബ്രിയോനെ വിളിക്കാം. ബ്രിയോ വിളിച്ചാലൊന്നും വരില്ല, അത്രയ്ക്ക് അനുസരണയാണ്. ബ്രിയോ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അതിനെ കുറെ ആൾക്കാർ കാത്തിരിക്കുന്നു. നോക്ക്, ഇവനാണ് ബ്രിയോ. ബ്രിയോ ഒരു ഹായ് പറ. ക്യാമറ ഇഷ്ടമല്ലാത്ത ഒരാളാ, പിന്നെ ഒടുക്കില്ലാത്ത ആറ്റിറ്റ്യൂഡും. ബ്രിയോ ഒരു 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 പ്രാവശ്യം നമുക്ക് ഒരു പ്രാവശ്യം കണ്ടു പോവാം. നോക്ക് നോക്ക് നോക്ക്. ദേഷ്യായി ദേഷ്യായി അടിക്കണ്ട. ഓക്കെ വിടാ 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 വിടാ. ഓക്കെ വിടാ വിട് വിടടാ. ഇല്ലെന്ന് ക്യാമറ കാണിക്കൂല. മതി മതി. ബ്രിയോ ദേഷ്യപ്പെടുന്ന എന്തിന്? ഇവൻ എന്തോ ചെയ്തോണ്ടിരുന്ന അവിടെ നിന്ന് വിളിച്ചോണ്ട് വന്നോണ്ടാണ്. അപ്പോ ഈ ബ്രിയോന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ആ ബ്രിയോ കാണിച്ചു കൊടുക്ക്, നിന്റെ കണ്ണ് കാണിച്ചു കൊടുക്ക്. വായി നോക്കല്ലടാ, ഇങ്ങോട്ട് വായി നോക്കടാ. അപ്പൊ ഇതേണ്ടോ, ഇതാണ് ബ്രിയോന്റെ കണ്ണിന്റെ പ്രത്യേകത. ഇവന് രണ്ട് ഡിഫറെന്റ് ഐസ് ആണ് ഉള്ളത്. അപ്പോൾ ഓടൈഡ് കാറ്റ് അങ്ങനെയൊക്കെയാണ്, പിന്നെ ഡയമണ്ട് കാറ്റ്, അങ്ങനെ കുറെ വെറൈറ്റി പേരുകളുണ്ട് ഇവർക്ക്. ഇപ്പൊ ഇവന്റെ കണ്ടോ, ഒരു കണ്ണ് ബ്ലൂ കണ്ണും പിന്നെ ഒന്ന് ബ്രൗൺ കളർ കണ്ണുമാണ്. അപ്പോൾ അവൻ സുന്ദരനാക്കുന്നത് അതാണ് കേട്ടോ. അവന് നല്ല ക്യൂട്ടല്ലേ. ഞാൻ സാധാരണ ശ്രദ്ധിച്ചേന്ന് ഇവൻ മെയിലാണ്. മെയിൽ കാറ്റിന് കുറച്ചൊരു ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. സാധാരണ നമ്മള് ഫീമെയിൽ കാറ്റിനെ നോക്കുമ്പോ അവര് ആ ഫേസ് കാണുമ്പോ കുറച്ചിങ്ങനെ സീരിയസ് പോലെ ഉള്ളത്. ഇവന്റെ ഫേസ് കണ്ടാ നിങ്ങൾക്ക് പോകൂലേ, പാവാന്ന്, പഠിച്ച കള്ളനാ. അപ്പോ ഈ നമ്മള് ഇവനെ ഇടയ്ക്ക് നമ്മൾ ബോർഡിങ്ങിലാക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ്. അതുവരെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവരെല്ലാവരും പേർഷ്യൻ ക്യാറ്റ് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ആളാണ് നമുക്ക് പറഞ്ഞു തന്നത് ഇവൻ എല്ലാവരും പേർഷ്യൻ ക്യാറ്റ് തന്നെയാണ്, പക്ഷെ അതിൽ കുറേ വെറൈറ്റി ഓഫ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഇറാനിയൻ ട്രഡീഷണൽ ലോങ് ഹെയർ. അതാണ് ഇവന്റെ ഒരു ജീരെന്ന് പറഞ്ഞിട്ട് ആള് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നെ. അപ്പോ ക്യൂട്ടല്ലേ? ഒരു നോക്കടാ, ക്യാമറയിൽ നോക്കടാ. വാലാട്ടുന്ന. അപ്പൊ ഇവൻ വാലാട്ടുന്നുണ്ടോ? അപ്പൊ വാലാട്ടുമ്പോ നമ്മൾ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് സ്നേഹം കൊണ്ടെന്നാ. സാധാരണ ഡോഗ്സ് ഒക്കെ സ്നേഹം കൊണ്ടല്ലേ വാലാട്ട. ഇവര് വാലാട്ടുന്നത് ദേഷ്യം പിടിച്ചിട്ടാ. ഇവൻ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ, ഇറക്കി വിടണമായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇവനെ കിട്ടിയ സമയത്ത് സാധാരണ ഇവരെയൊക്കെ എനിക്കിങ്ങനെ ഒരുപാട് പെറ്റ്സിനെ വളർത്തണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ പേർഷ്യൻ ക്യാറ്റിനെ വളർത്തണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇവരൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് പിന്നെ വളർത്തുന്ന കാര്യത്തിൽ കുറച്ച് ഇതുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഫിനാൻഷ്യലി ഇതില്ലല്ലോ, നമ്മളിങ്ങനെ വീട്ടിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ അച്ഛൻ്റെ അമ്മേനെയൊന്നും കാശ് മേടിച്ചതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഇപ്പൊ ഇവരെ നമുക്ക് കിട്ടിയത് ഒരു ഫ്രണ്ട് വഴിയാണ്. ഒരു ഫ്രണ്ട് പറഞ്ഞു ഒരാളെടുത്തൊരു ക്യാറ്റ് ഉണ്ട്, അവനെ നമുക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയി എടുത്തതാണ്. അപ്പൊ ആദ്യം ഇവൻ കുറച്ച് വലുതാവുന്നവരെ അവിടെ വളർന്നതുകൊണ്ട് നമ്മളുമായിട്ട് മിങ്കിളാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന വിചാരിച്ചേ. പിന്നെ ഡോഗിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവര് കുറച്ച് ഈസിലി മിങ്കിളായും. എന്നാൽ ഇവൻ ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു നമ്മളുടെ അടുത്തേക്ക് വരുമ്പോ, ചീറ്റലും ബഹളവും ഒക്കെ ആയിരുന്നു. ഇതൊന്നും കണ്ടോ, ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ദേഷ്യപ്പെടുന്നതാ ബ്രിയോ. അപ്പൊ ഇവനെ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ ഇവനെ ഹെയർ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവനെ ഗ്രൂമിങ് വീഡിയോ ഒന്ന് കാണാം. ബ്രിയോ കഴിഞ്ഞടാ, എന്തെന്ന് ദേഷ്യാണ്. അങ്ങനെ കണ്ണൂരുള്ള മൈ പെറ്റ്സിന്റെ ഹോസ്പിറ്റലിൽ നമ്മൾ എത്തി. ഇവിടെ കൺസൾട്ടേഷനും പിന്നെ ഇവരെ ഗ്രൂമിങ്ങും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ ഇവരുടെ വെയിറ്റ് നോക്കുന്നുണ്ട്, എത്ര കിലോ എന്നൊക്കെ നോക്കുന്ന ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ 4 kg ഉണ്ട് ഇവൻ. അപ്പോൾ എന്ന് വെച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലാണ്.
സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മളെ കാണിക്കാൻ വേണ്ടി പോയില്ലേ, അപ്പോൾ സാധാരണ ഡോക്ടറൊക്കെ ചെക്ക് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് ഇവരെ നോക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ ഹോസ്പിറ്റലിൽ കാണുന്നത്. അപ്പോൾ അവർ സ്റ്റെതസ്കോപ്പൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൻ അവിടുത്തെ സ്മെല്ല് പിടിക്കാണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കറിയാമല്ലോ, ക്യാറ്റ്സൊക്കെ ഇങ്ങനെ സ്മെല്ലൊക്കെ വെച്ചിട്ടാണ് ഇവർ ഓരോന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോഴേ ഇവന് ഹോസ്പിറ്റലിൽ ഇഷ്ടമല്ലാണ്ടായി തുടങ്ങി. അപ്പോഴേ അവൻ അവിടെ നിന്ന് ചാടി ഇറങ്ങി. അവൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് പോകണം എന്നുള്ള ടെൻഡൻസി. അവൻ ഓടാനും വഴിയൊക്കെ നോക്കുന്നുണ്ട്, ഏത് വഴി ഓടണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിയ സമയത്ത് അവർ ഇങ്ങനെ ഓടണ്ട, അവനെ പിടിച്ച് ബാസ്ക്കറ്റിലാക്കാം. പിന്നെ ഇവർ നോർമലി ചെയ്യുക, ഇവനെ നേരെ പോയിട്ട് മുടിയൊക്കെ വെട്ടുന്ന സെക്ഷനിലേക്ക് പോവുക ചെയ്യുക. പക്ഷേ ഇവൻ ഇത്തിരി പ്രശ്നക്കാരനായതുകൊണ്ട് ഈ ഗ്രൂമിങ് ചെയ്യുന്ന പയ്യന് പേടിയായി. പിന്നെ ഇവരും പറഞ്ഞു ഇവൻ അഗ്രസീവാണ്, ഇവനെ സെഡേറ്റ് ചെയ്യേണ്ടി വരുന്നു. സെഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇവനെ മയക്കി കിടത്തിയിട്ട് ഈ പരിപാടി നടക്കുകയുള്ളൂ എന്നുള്ളത്. അങ്ങനെ ആദ്യം അവരൊരു ഇഞ്ചക്ഷൻ എടുത്തു. പക്ഷേ എന്നിട്ടും അവൻ ശരിയാവുന്നില്ല. അവനൊരു അഗ്രസീവ് മോഡിലേക്ക് അവൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സാധാരണ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരിങ്ങനെ ക്യാച്ച് ചെയ്തൊന്നും കണ്ടിട്ടില്ല. സാധാരണ അവർ വരുന്നു, ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു, അങ്ങ് പോകുന്നു, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഇവനിതൊന്നും ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് അവൻ ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ 2 ഡോസ് സെഡേഷൻ എടുക്കേണ്ടി വന്നു അവന്. ഡോക്ടർ എടുക്കുന്നുണ്ട് 2 ഡോസ് സെഡേഷനാണ്. കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് അവൻ സെഡേറ്റായി. 2 ഡോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് 1 മണിക്കൂർ വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും, സെഡേഷനിലായിരിക്കും പറഞ്ഞത്. അതിനുശേഷം ഇവർ ഗ്രൂമിങ് സെക്ഷനിലേക്ക് ഇവനെ കൊണ്ടുപോയി. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്നിട്ട് ഇവൻ്റെ നോർമൽ ഒരു ഫോളിങ് നടക്കുന്ന ഒരു കുറച്ച് ഹെയർസൊക്കെ അവർ ആദ്യം ക്ലീൻ ആക്കി. പിന്നെ അതിന് ശേഷം ട്രിം ചെയ്യുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിൽ 3 ടൈപ്സ് ഇങ്ങനെ ഹെയർ കട്ടിങ് ഉണ്ട്. നല്ല പ്യുവറായിട്ട് അവർ ഫുള്ളി ഹെയർ എല്ലാം റിമൂവ് ചെയ്യും. പിന്നെ റെഗുലർ, മീഡിയം, അങ്ങനെ നമ്മളൊരു മീഡിയം റേഞ്ചാണ് എടുത്തത്. അപ്പോൾ ഒരു ഹാഫ് ഹെയർ ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ ഇങ്ങനെ ഇവനെ നടക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനിവനെ ഇങ്ങനെ ഇട്ടിങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതെന്നൊക്കെ തോന്നും. അപ്പോൾ തൊട്ടപ്പുറത്ത് കണ്ടോ ഒരു പട്ടി കണ്ടോ, അത് നല്ല പട്ടിയാണോ? അപ്പോൾ ഇവരെ ഈ പട്ടിയുടെ കൂടെ വന്നവർ നോക്കുന്നുണ്ട്, ഇപ്പുറത്തുള്ളത് വേറെ ഏതോ കൂടിയേതോ ബ്രീഡാണ് ഇവനെ. കാരണം അവർ നല്ല കൂളായിട്ട് നിൽക്കുമ്പോൾ ഇവൻ സെഡേഷനും അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് ഇവൻ ഓരോന്നും ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ സമയത്ത് തന്നെ എന്തായാലും അവനെ സെഡേറ്റ് ചെയ്തല്ലോ. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ചെവി ക്ലീനിങ് പ്രോസസ്സും ഉണ്ട്. കാരണം ഇവരെ ചെവി നന്നായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതുവഴി ഇവർക്ക് ഇൻഫെക്ഷൻ ആവും. നമ്മുടെ സാധാരണ നാടൻ പൂച്ചകളെ പോലെ വലിയ റെസിസ്റ്റിംഗ് പവറൊന്നും ഇവർക്കില്ല. അപ്പോൾ ഇവർ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവനെ സെഡേഷനിലും അവൻ ഇങ്ങനെ ഉണരുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ചെറിയ ചെറിയ ബോധം അവന് വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹെയറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം അവനെ കുളിപ്പിക്കുന്നുണ്ട്. അവർ ചെറിയ ചൂട് വെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത്. പക്ഷെ അപ്പോഴും അവൻ ഇങ്ങനെ ചാടുന്നുണ്ട്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അവൻ സെഡേഷനിലാണ്. നിങ്ങൾ കണ്ടാൽ തോന്നുന്നു അവൻ ശരിക്കും സെഡേഷനൊന്നും കഴിഞ്ഞു എന്ന്. 1 മണിക്കൂർ സെഡേഷൻ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ആ ടൈം ക്രോസ് ആവാറായിട്ടില്ല. എന്നിട്ടും അവൻ, ഞാൻ പറഞ്ഞില്ല, ഇത് അവന് ശരിക്കും ഇഷ്ടമല്ല അവിടെ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സെഡേഷനിലും അവൻ ഇങ്ങനെ അഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ അവരെ കുളിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് അവർ ചെയ്യുന്നതും. അപ്പോൾ അതിനുശേഷം ഇവനെ കുളിപ്പിച്ചിട്ടൊക്കെ അവൻ കടിക്കുന്ന പേടിച്ച കണ്ടേ. സെഡേഷനിലും അവൻ കുറച്ച് ഉണർന്നപ്പോൾ തന്നെ ഇവർക്ക് പേടിയായിട്ട് ഇവരവനെ കടിക്കാണ്ടിരിക്കാൻ അവിടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവൻ പ്രശ്നം. അവന് ഇപ്പോഴും അവൻ സെഡേഷനിലാണ് ശരിക്കും. എന്നിട്ട് ഇവർ ടവല് കൊണ്ടുവന്ന് എല്ലാം ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ ടൈം എന്തായാലും കഴിഞ്ഞിട്ടില്ല, 1 മണിക്കൂർ ഇനിയും ഉണ്ട് അവൻ. എന്നിട്ടും അവൻ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ടവലൊക്കെ വെച്ചിട്ട് സാധാരണ നമ്മൾ കുളിച്ചിട്ട് തലയൊക്കെ തുടയ്ക്കുന്ന പോലെ തന്നെ ഇവരെ അതുപോലെ ചെയ്യുന്നുണ്ട്. ശരിക്കും 2-3 പേര് പിടിച്ചിട്ടാണ് ഇവനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നവർക്ക് പേടിയാവുന്നുണ്ട്. ഡ്രയറൊക്കെ യൂസ് ചെയ്ത് അവൻ്റെ ഹെയറൊക്കെ ഡ്രൈ ആക്കി. അപ്പോൾ കുളിക്കണതിന് മുന്നേ അവൻ്റെ ചെവിക്കകത്ത് പഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം കയറാണ്ടിരിക്കാൻ. അതൊക്കെ അവർ റിമൂവ് ചെയ്ത് കണ്ടോ. 2 പേരൊക്കെ കുളിച്ചിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റായി നമ്മളിവനെ വീട്ടിൽ കൊണ്ടുവന്നു. ഇവനെ കണ്ടോ, പാവല്ലേ.
അതന്നെയാ, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇവൻ അന്യനാവും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പാവം അമ്പി. അതിന് നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ വല്ല പെൺപൂച്ചകളൊക്കെ പോയി കഴിഞ്ഞാൽ ഇവൻ അപ്പർ റെമോ ആവും. അങ്ങനെയാണ്, നമ്മൾ വെറൈറ്റിയാണ് നമ്മുടെ ബ്രിയോ. അപ്പോൾ ഇവൻ എല്ലാം കൂളായി ഇപ്പോൾ സെറ്റായി നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്രിയോൻ്റെ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് MD Tech.